ഹലോ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ടൈറ്റിൽ അനൗൺസ്മെന്റ് വീഡിയോ അല്ലെങ്കിൽ ഒരു മൂവി അനൗൺസ്മെന്റ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഏതാണ് പടം? അപ്പോൾ അത് ഏത് പടമാണെന്ന് നമുക്ക് ആദ്യം ഈ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് നേരെ ആ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാൻ അത് ഓൺ ചെയ്യുവാണ്. ഹലോ ആ ബ്രോ. ലിജോ എന്തായി? ഇല്ല, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. വർക്കൗട്ടാന്ന് പറഞ്ഞേ. വർക്കൗട്ടാ? ഈ നട്ടുച്ചയ്ക്കാ? ജിമ്മില നമ്മുടെ ബ്രോ. ബാക്കി. ചേട്ടൻ വിളിക്കുന്നു. ആ ആ ആ, ലിസ്റ്റിനെ ഞാൻ വിളിക്കുന്നുണ്ട്. എപ്പോൾ വിളിക്കാം? നീ ഏതായാലും കഴിഞ്ഞിട്ട് വിളിക്കാം. വിളിക്കാം ബ്രോ. ഓക്കെ. 6 മിനിറ്റ് ആണ് വീഡിയോ കേട്ടോ. അടിപൊളി. 6 അല്ല 7 മിനിറ്റ്. 86 ഇതാ 87. ലിജോ, എന്തൊക്കെയുണ്ട്? സുഖം ബ്രോ. അധികം നേരമായി വന്നിട്ട്? ഇല്ല, ഞാൻ ജസ്റ്റ് എത്തിയുള്ളൂ. ഹെവി വർക്കൗട്ടായിരുന്നു. ബ്രോ വാ, പണിയുണ്ട്. കുറെ നേരമായി എന്നെ കൊണ്ട് വെറുതെ. ട്രെയിനറാ? ട്രേഡറാണ് അവിടെ. ടയർഡായല്ലോ. ശരി, ഇതിനും കഴിച്ചിട്ട് വന്നേ. വാ നമുക്ക് ഇരിക്കാം. അപ്പൊ എങ്ങനെയാ ഇവിടെ സെറ്റ് ഇടണേ? സെറ്റോ? എന്തിന്റെ? കോടതിയുടെ ഡയലോഗൊക്കെ നല്ല തീപ്പൊരി ആയിരിക്കണം. ഇംഗ്ലീഷും തെലുങ്കും തമിഴും ഒക്കെ കൂട്ടിയാണ് നല്ല പൊളിയായിട്ട്. ബ്രോ, ഇത്തവണ കോടതി ഇല്ല. കോടതി ഇല്ലേ? ജനഗണമന. ഓ, മറ്റേതാണല്ലേ, പാൻ ഇന്ത്യൻ. നൈസ്. കുറച്ചായി അങ്ങനെ ഒരു ഐറ്റം പിടിക്കണം ഞാൻ ആലോചിക്കുന്നു. ബ്രോ, ഇതൊന്നുമല്ല ബ്രോ. ഇതൊരു പക്ക ലോക്കൽ പടം പറഞ്ഞു വരുമ്പോ. ഓ, പാൻ ഇന്ത്യനും പഞ്ചിലൊക്കെ നിന്റെ പൃഥ്വിരാജിനും നമുക്ക് ലോക്കൽ അല്ലേ? എന്റെ പൊന്നു ബ്രോ, ഈ പരിപാടി ചെയ്യാൻ മലയാളത്തിൽ നിന്ന് സൗത്ത് ഇന്ത്യൻ സിനിമയിൽ വേറെ ആരുമില്ല. ശരിയല്ലേ? അതൊക്കെ എനിക്കറിയാം. നീ കാര്യം പറ. ബ്രോ, ഇതൊന്ന് കേട്ടു നോക്ക്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും നിറകുടമായ ഒരു നാട്. ശ്യാമസുന്ദര കിരക്കിദാര ഭൂമി, ജനജീവിത ഫലധാന്യ സമ്പന്ന ഭൂമി. നീ പാടണ്ട. ഓക്കെ, അവിടെ നമ്മുടെ കഥാനായകൻ, ഹീറോ ആൽപ്പറമ്പിൽ ഗോപി. ആൽപ്പറമ്പിൽ ഗോപി. ആൽപ്പറമ്പിൽ കൊള്ളാം. ജന്മിയാണ്. ജന്മിയാണോന്ന് വരിക്കാശ്ശേരി മന എന്റെ മനസ്സിൽ. അല്ല, ജന്മിയ കൊള്ളാം. അവിടെ സ്നേഹനിധിയായ ഒരമ്മ. അഞ്ജു പിള്ളൈ. നല്ല അടക്കോ ഒതുക്കോ ഉള്ള ഒരേ ഒരു പെങ്ങൾ. ഇല്ല, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇരിനോട് ചോദിക്കരുത്. എങ്ങനെയുണ്ട്? സർ, ഡംബിൾസ്. ഓ, അതെ അതെ, ലുക്കൊക്കെ നമുക്ക് നല്ല ജാങ്കോ നല്ല പൊളി പൊളിക്കണം. നല്ല സെറ്റ് അടിക്കണം. ഓക്കെ അല്ലേ? ലുക്കോ? ഹെയർ സ്റ്റൈല് എന്തായാലും ഒരു ട്രെൻഡ് ആവും. ഡിജോ, ഓ, ലോക്കലാണെങ്കിലും ക്യാൻവാസ് നല്ല വലുതായിരിക്കണേ. ക്യാൻവാസ് വലുതാ. ഓക്കെ, തള്ളു. ശീലായി. പിന്നെ നമ്മുടെ ഗോപിക്ക് വേണ്ടി ചാകാൻ വരെ തയ്യാറായിട്ടുള്ള ഒരു കൂട്ടുകാരൻ. ആഹാ, അതറിയണേ. അജു വർഗീസ്. സത്യമായിട്ട് ഞാനാണ് സാറേ. ഞാൻ ഓക്കെ ആണോ? മൊത്തത്തിൽ ഇത്തിരി തടിച്ചൊക്കെ ഇരിക്കല്ലേ? ഇല്ല ബ്രോ, നിങ്ങൾ രണ്ടുപേരും ഫ്രൈവർ നിറഞ്ഞു നിൽക്കും. റിച്ച് ആയിരിക്കും. പ്രണയം കൃഷ്ണ. കൃഷ്ണ ഗോപി. അവന് വേണ്ടി ജീവൻ തന്നെ മാറ്റിവെച്ച അവന്റെ പെണ്ണ്. ഓ, അനശ്വര.
ലവ് യു കൃഷ്ണ. പറയാൻ നടക്കാൻ എനിക്ക് കല്യാണം പ്രായമായിട്ടുള്ള മുതുക്ക. അതെ നല്ല മാസ് വേണം, മാസ്. മാസം ഉണ്ടോന്ന് ആ, ഈ സീനൊന്ന് കേട്ടു നോക്കിയേ. ആ, പറ. ഉത്സവത്തിന് ഒരാനയുടെ നാട്ടുകാരെ ചിന്നി ചെതറി ഓടുന്നു. ഒരു മകൾ, ഒരമ്മ. അവിടെയാണ് നമ്മുടെ നായകന്റെ ഇൻട്രോ. ഗോപി. ആഞ്ജനേയ. ആഞ്ജനേയ. സൂപ്പർ ഹീറോ. സൂപ്പർ ഡ്യൂപ്പർ ഹീറോ. ഓടി. പഠിച്ചോ? അപ്പൊ നമ്മൾ ഓ ചെയ്യുന്നു. okay? പൊളി. താങ്ക് യു ബ്രോ. പൊളി പൊളിച്ചെടുക്കണം ബ്രോ. അല്ല, നീ ടൈറ്റിൽ എന്താന്ന് പറഞ്ഞില്ലല്ലോ. ടൈറ്റിൽ ഇത്. മലയാളി ഫ്രം ഇന്ത്യ. മലയാളി ഫ്രം ഇന്ത്യ. കൊള്ളാലോ. പക്ഷെ തള്ളി മറിച്ചിട്ടുണ്ട്. എടാ നിവിൻ ഓക്കെ പറഞ്ഞോ? നിവിൻ ഓക്കെ ആണ്. ഡിജോ, ഏ? ഹലോ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. ഡിജോ, എന്താ ബ്രോ? ഹലോ. ഇന്ത്യ ആണോ ഭാരതം? രണ്ടും ഒന്നല്ലേ ബ്രോ? പക്ഷെ നമുക്ക് ഇന്ത്യ മതി. ആ, ഓക്കെ. പൊളിറ്റിക്സ്. എടാ നീ എവിടെ പോയടാ? ഹലോ ഹലോ. എടാ ഡിജോ എന്തായിരുന്നു? ഹീസ് ബാക്ക്. ാണ് മലയാളി ഫ്രം ഇന്ത്യ. ഓക്കെ, സംഭവം 7 മിനിറ്റ് വീഡിയോ ആണ് നമ്മൾ കണ്ടത്. സംഭവം ഒരു പണ്ടത്തെ നമ്മുടെ നിവിൻ പോളി സ്റ്റൈൽ സിനിമകളാണ് നമ്മൾ, ഐ മീൻ ഈ ഒരു നമ്മൾ ഈ ടൈറ്റിൽ അനൗൺസ്മെന്റ് നമ്മൾ കണ്ടത്. നമ്മുടെ ഡിജോ ജോസ് ആന്റണിയുടെ ഈ ഒരു വീഡിയോ സംഭവം കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. 6 മിനിറ്റ് ആണെങ്കിൽ എൻഗേജ് ആയി ഇരുത്തിപ്പിക്കുന്നുണ്ട്. സോ പടത്തിൽ ഈ ഒരു എൻഗേജ്മെന്റ് വന്ന അടിപൊളിയായിരിക്കും. ആൻഡ് ഇതിൽ മ്യൂസിക് കൊടുത്തിരിക്കുന്നത് ജെക്സ് ബിജോയ്, ദ ഗ്രേറ്റ് ജെക്സ് ബിജോയ്. സോ വൺ ഓഫ് ദ പ്രോമിനന്റ് മ്യൂസിക് ഡയറക്ടേഴ്സ് ഇൻ മലയാളം ഇൻഡസ്ട്രി. ആൻഡ് ഇതിൽ തന്നെ പറയുന്നത് നോട്ട് എ പാൻ ഇന്ത്യൻ മൂവി. ഇതിൽ വേറെ ഒന്നുമില്ല, മലയാളം. ആൻഡ് ഡിജോ ജോസ് ആന്റണി ഒരു പൊളിറ്റിക്സ് ഇതിൽ പറയുന്നുണ്ട്. കണ്ടില്ല അവസാനത്തെ ആ ഒരു സീനിൽ നിങ്ങൾ കണ്ട് നമ്മളെ നിവിൻ ചോദിക്കുന്നില്ലേ, ഇത് ഇന്ത്യയാണോ ഭാരതാണോ? സോ പുള്ളിയുടെ പൊളിറ്റിക്സ് എന്താണ്? പൊളിറ്റിക്സ് മീൻസ് നോട്ട് എ പാർട്ടി ഓർ എനിത്തിങ്. പുള്ളിയുടെ ആ കാഴ്ചപ്പാടാണ് പൊളിറ്റിക്സ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ അത് അത് നമ്മൾ ഈ ജനഗണമനയിലാണെങ്കിലും ക്യൂനിലാണെങ്കിലും അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ ഇതിലും അതേപോലെ തന്നെയാണ് കാണുന്നത്. ആൻഡ് ഇതിൽ പ്രൊഡ്യൂസർ ലിസ്റ്റിൻ സ്റ്റീഫൻ, ദ ഗ്രേറ്റ് ലിസ്റ്റിൻ സ്റ്റീഫൻ വീണ്ടും ഒരു മാജിക് ആയിരിക്കുമോ കൊണ്ടുവരുന്നത് എന്നാണ് നമുക്ക് കാണേണ്ടത്. പിന്നെ ഇതിന്റെ മ്യൂസിക് ഞാൻ പറഞ്ഞ പോലെ ജെക്സ് ബിജോയ് ആണ്. POP സുദീപ് ഇലമോൻ. ഓഫ് കോഴ്സ് ജനഗണമന ഒക്കെയാണ് നമ്മുടെ ഇത്. പിന്നെ ഇതിന്റെ റൈറ്റർ വന്നിട്ട് ഹാരിസ് മുഹമ്മദ്. അത് ഓഫ് കോഴ്സ് നമ്മുടെ ക്യൂൻ, ഈ ഒരു ക്യൂനാണെങ്കിൽ ജനഗണമനയാണെങ്കിലും ഇതിന്റെയൊക്കെ റൈറ്റേഴ്സ് ആണ്. സോ ജോസ് ആന്റണി ആൻഡ് ഹാരിസ് മുഹമ്മദ് വീണ്ടും ഒന്നിക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും നോക്കാം. എന്താ 2024 only on മലയാളം നമ്മൾ കാണാൻ പോകുന്നത്. വെരി എക്സൈറ്റഡ് ഫോർ ദിസ് ബിക്കോസ് ഇതൊരു ട്രെയിലറോ ഒന്നും അല്ല, നമ്മളിപ്പോൾ ടൈറ്റിലാണ്. എന്നിട്ട് പോലും ആ ഒരു എൻഗേജിങ് ഈച്ച് ആൻഡ് എവരി മൊമെന്റിൽ ആ ഒരു എൻഗേജിങ് ഈ വീഡിയോ കാണിക്കുന്നതാണ് ഡിജോ ജോസ് ആന്റണിയുടെ ആ ഒരു കഴിവ്. ആൻഡ് ജസ്റ്റ്
ഈവൻ ഈ ഒരു ആക്ടിങ് ആയാലും ഒരു ലൈക്ക് ഓക്കെ ആയിട്ടുണ്ട്. ആൻഡ് ഐ എം വെയിറ്റിംഗ് ഫോർ നിവിൻ പോളീസ് കം ബാക്ക്. യെസ് ഗൈസ്, കം ബാക്ക് എന്ന് തന്നെ പറയാം. ലൈക്ക് കമേഴ്ഷ്യലി പുള്ളി കുറേ പിറകോട്ട് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലൈക്ക് മൂത്തോന കഴിഞ്ഞ ശേഷം പുള്ളി കുറച്ചും കൂടെ ക്യാരക്ടർ റോൾസ് ചെയ്തു തുടങ്ങി. അതുകൊണ്ട് ഐ എം സോ എക്സൈറ്റഡ്, സോ വെയിറ്റിംഗ്. താങ്ക് യു സോ മച്ച് ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വീഡിയോ. എല്ലാവർക്കും ബൈ. ആൻഡ് അടുത്തൊരു വീഡിയോ വരെ കാണാം. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം കാണുക എല്ലാവരും. ബൈ ഗൈസ്.